ഈ ഭാരവാഹി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ വാർത്തകളിലെല്ലാം തന്നെ നിറഞ്ഞത് വി മുരളീധരൻ പക്ഷത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു പട്ടികയാണ് എന്നതാണ്. നമസ്കാരം. BJP സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന് തിരുവനന്തപുരത്തെ മാരാർജി ഭവനിൽ നടക്കുകയാണ്. അതായത് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തതിന് ശേഷമുള്ള ആദ്യ യോഗമാണ് ഇന്ന് നടക്കുവാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുതിയ ഭാരവാഹികൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നതാണ്. ഈ ഭാരവാഹി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ വാർത്തകളിലെല്ലാം തന്നെ നിറഞ്ഞത് വി മുരളീധരൻ പക്ഷത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു പട്ടികയാണ് എന്നതാണ്. എന്തായാലും ഇപ്പോൾ ഭാരവാഹി യോഗം നടക്കുവാൻ വേണ്ടി പോവുകയാണ്. നിരവധി നേതാക്കൾ ഇപ്പോൾ മാരാർജി ഭവനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ പറയില്ല, വേറൊരാളോട് പറയില്ല. അല്ല, അങ്ങനെയല്ല. ഇനിയിപ്പോ ഇത് വെച്ചിട്ട് അവരെത്ര സ്റ്റോറി ഉണ്ടാക്കും എന്നുള്ള കാര്യം അവർക്കും അറിയില്ല. എല്ലാം പറഞ്ഞുണ്ട്, എല്ലാം നോട്ട് ചെയ്യലാണ്. എന്തായാലും പുതിയ ഭാരവാഹി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ വന്ന വാർത്തകളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഇതിൽ കൃഷ്ണദാസ് പക്ഷത്തെ ഭൂരിപക്ഷം പരിഗണിച്ചിരിക്കുന്നു, വി മുരളീധര പക്ഷത്തെ അവഗണിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്ത് വരുന്നതിന് പിന്നാലെ തന്നെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ, അതായത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ തൊട്ട് പുറകിലായി വി മുരളീധരൻ നിൽക്കുന്നു, അതിന് തൊട്ടടുത്തായി കൃഷ്ണദാസും നിൽക്കുന്നു. എന്തായാലും വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് ഈ ഭാരവാഹി യോഗത്തിന് തൊട്ട് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിച്ചത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.